listen, it's your homework. Write T for true or F for false. That's what we do. True or false? Okay. Homework aayittu cheyan parnadana. Listen. We should wear wet socks and shoes. It is true or false? It is false statement. We should wear wet socks and shoes is a false statement. എന്താണ് നമ്മൾ we should not wear wet socks and shoe. എന്താണ് നനഞ്ഞ ഷൂവും സോക്സും നമ്മൾ wear ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് അല്ലേ? So we should wear wet socks and shoes is a false statement. അത് തെറ്റായ statement ആണ്. Then cotton clothes are worn during summer. It is true or false? എന്താണ് ഫെഡ്രിൻ? ഇതിന്റെ ആൻസർ എന്താണ്? True. True. Yes, that's a true statement. We wear cotton clothes are worn during summer. Then the national dress of an Indian woman is a sari. It is true or false? True. That's a true statement. The national dress of an Indian woman is sari. And which is the national dress of a Japanese woman? Aaron, which is the national dress of a Japanese woman? Look at me and listen here. Aaron. എന്താണ്? Answer എന്താണ്? Which is the national dress of a Japanese woman? Kimono. Kimono alla kimono. Okay. Kimono. Okay. Then a sick person's clothes should not be disinfected. It is a true or false? A sick person's cloth should not be disinfected. Is it true or false? എന്താണ് ഷെഫി അത്? True. True ആണോ? No, that's a false statement. എന്താണ്? A sick person's cloth should not be disinfected എന്നാണ്. Should be disinfected എന്നല്ല, should not എന്നാണ് പറയുന്നത് അല്ലേ? ഡിസ്ഇൻഫെക്ട് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതെന്താണ്? ഫോൾസ് ആണ്. ഒരു സിക്ക് പേഴ്സന്റെ എന്ത് ക്ലോത്ത്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്ട് ചെയ്യണം. ഓക്കെ. Then a tear in the cloth should be mended. ഡ്രസ്സുകളിലുള്ള ഒരു ചെറിയ ടിയർ പോലും എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ്? That is true. True ആണല്ലേ അത്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ചെറിയ ടിയർ പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. ആൻഡ് ദെൻ നെക്സ്റ്റ്, give 2 examples of each of the following. Give 2 examples. എന്താണ്? എന്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല? എന്താണ് ദേവപ്രിയ? ഇതാരെയും? Listen, give 2 examples of each of the following. Natural fabrics. Give 2 examples of natural fabrics. Sinan, what are the examples of natural fabric? Can you say 2 examples of natural fabrics? Only 2. എന്താണ്? Listen, Sinan, look at me and close your textbook. What are the examples of natural fabrics? Sari.
എന്താണ് സിനാൻ? നാച്ചുറൽ ഫാബ്രിക്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമ്മുടെ കഴിഞ്ഞ ഈ കംപ്ലീറ്റ് ആയ പോർഷൻ വായിച്ചു നോക്കിയിരുന്നോ? സിനാൻ? ആൻസർ മീ. വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയില്ല. ആരാണത് വായിക്കേണ്ടത്? പിന്നെ what are the examples of natural fabrics? സിനാൻ, പോർഷൻ കഴിഞ്ഞാല് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? നന്നായിട്ട് എന്ത് വായിച്ചു നോക്കണം? ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചു നോക്കണം അല്ലേ? എന്താണ്? പ്ലാന്റ് ആൻഡ് ആനിമൽ ആണോ? ആണോ? നോ. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറാൻ വേണ്ടി പറയുന്നത്. ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? യൂട്യൂബിൽ ക്ലാസ് കാണണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ്. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ഏതൊക്കെയാണ് ആദിദേവ്? ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ആൻസർ ചാറ്റ് ചെയ്യരുത്. ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ടു മീ മാത്രം ഓപ്ഷൻ ഇട്ട് ചെയ്യാം. എന്താണ് മോനെ ആദിദേവ്? കോട്ടൺ ആൻഡ് ജൂട്ട്. ഓക്കെ, ഓൺലി 2 എക്സാമ്പിൾസ് ആണ് പറയാൻ പറയുന്നത്. കോട്ടനും ജൂട്ടും എന്താണ്? നാച്ചുറൽ ഫാബ്രിക്കിനുള്ള ഉദാഹരണങ്ങളാണ് അല്ലേ? എക്സാമ്പിൾസ് ആണ്. നോക്കുക, നാച്ചുറൽ ഫാബ്രിക്സ് എന്ന് പറഞ്ഞ പോർഷൻ. Natural fabrics are obtained from plants and animals. Plants gives us cotton, jute and linen. Animals gives us wool, silk, fur and leather. അപ്പൊ ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഫാബ്രിക്സിനുള്ള എക്സാമ്പിൾസ് ആണ്. കേട്ടോ സിനാൻ? യെസ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? അവിടെ എഴുതാ ജൂട്ട് ആൻഡ് ഏത് വേണമെങ്കിലും, വൂൾ എഴുതാം, വൂൾ ജൂട്ട് എഴുതാം, ലിനൻ ജൂട്ട് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എക്സാമ്പിൾസ് അവിടെ എഴുതി വെക്കുക. ആൻഡ് നെക്സ്റ്റ്, സിന്തറ്റിക് ഫൈബേഴ്സ്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്? അബ്ദുൾ ബാസിദ്, നേരെ ഇരുന്നേ അബ്ദുൾ ബാസിദ്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്? അബ്ദുൾ ബാസിദേ, ഇങ്ങോട്ട് നോക്കിയേ. നോക്കി വായിക്കാൻ ആർക്കും പറ്റില്ലേ? ഏതൊക്കെയാണ്? ചെറിയൊരു കൺഫ്യൂഷൻ. എന്താണ് ഇത്ര വലിയ കൺഫ്യൂഷൻ? അതാ മാൻമെയ്ഡ് ഫാബ്രിക്സ്. മാൻമെയ്ഡ് ഫാബ്രിക്സ് അതും അതാണ് സംശയം. സിന്തറ്റിക് ഫൈബേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. എന്തൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സ് എന്നാണ് ചോദിച്ചത്. അന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം അബ്ദുൾ ബാസിദേ വീഡിയോ ഓൺ ചെയ്തേ.
അബ്ദുൽ ബാസിത്, ഓണാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയിരുന്നോ? ആ പറഞ്ഞ ദിവസം വായിച്ചതല്ലാതെ? ഓക്കെ ദേവാഞ്ജന, ഏതൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സിനുള്ള എക്സാമ്പിൾസ്? Rayon and nylon. റയോൺ ആൻഡ് നൈലോൺ ആർ ദ എക്സാമ്പിൾസ്. പിന്നെ എന്തൊക്കെയുണ്ട്? റയോൺ ഉണ്ട്, നൈലോൺ ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? അപ്പോ ഏതെങ്കിലും രണ്ടെണ്ണം അവിടെ എഴുതുക. നൈലോൺ ആൻഡ് റയോൺ എഴുതിക്കോ. നൈലോൺ ആൻഡ് റയോൺ. And then national dresses. Write two national dresses name. ഏതെങ്കിലും രണ്ട് നാഷണൽ ഡ്രസ്സിന്റെ പേര് എഴുതുക. എന്തൊക്കെയാണ് ശ്രീദേവ്? Sari, kimono. Sari and kimono are two national dresses. Sari, kimono. Okay, sari and kimono. And insects that attack clothes. ക്ലോത്ത്സിനെ അറ്റാക്ക് ചെയ്യുന്ന രണ്ട് ഇൻസെക്റ്റുകളുടെ പേര്. എന്തൊക്കെയാണ് സെറ? ക്ലോത്ത്സ് ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന രണ്ട് ഇൻസെക്ട്സ് ഏതൊക്കെയാണ്? അൺമ്യൂട്ട് ചെയ്തേ. ടെക്സ്റ്റ് ഇല്ലായിരുന്നു. എപ്പോ ഇല്ലായിരുന്നു? ടെസ്റ്റിന്റെ പേജ് ഇല്ല, ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ആ, കഴിഞ്ഞ ദിവസം ഇല്ല എന്ന് പറഞ്ഞതല്ലേ? ഓക്കെ, മോള് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. Then ആരോൺ, ഏതൊക്കെയാണ് ആരോൺ? സിൽവർ ഫിഷ് ആൻഡ് മോത്ത്. സിൽവർ ഫിഷ് ആൻഡ് മോത്ത് ആണോ? ആണോ? കറക്റ്റ് ആണോ? അതെ അല്ലേ? സിൽവർ ഫിഷ് ആൻഡ് മോത്ത് ആണ് എന്ത് ചെയ്യുന്ന രണ്ട് ഇൻസെക്ട്സ്. Then things used to protect woolen clothes from insects. Used to protect woolen clothes from insects are എന്തൊക്കെയാണ്? ഷംവീൽ, ഷംവീൽ അൺമ്യൂട്ട് ചെയ്തേ. അറിയില്ല, പഠിച്ചിട്ടില്ല. അറിയാത്തതല്ല, പഠിക്കാത്തതാണ് ഷംവീലെ. ആൻഡ് ആഗ്നസ്, ഏതൊക്കെയാണ്? Things used to protect woolen clothes from insects. ഇൻസെക്റ്റുകളിൽ നിന്ന് വൂളൻ ക്ലോത്തിനെ, ആഗ്നസ് ലിസൺ ഹിയർ, ഇൻസെക്റ്റിൽ നിന്ന് വൂളൻ ക്ലോത്ത്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് തിങ്സ് ഏതൊക്കെയാണ്? Then കൃപ, ഏതൊക്കെയാണ് മോളെ? അൺമ്യൂട്ട് ചെയ്തേ. ലിസൺ ഹിയർ. മിസ്, എനിക്ക് അതിന്റെ കിട്ടിയിട്ടാ. അത് കിട്ടിയിട്ടില്ല, നമ്മൾ പഠിച്ചതാണല്ലോ. അൽന, ഏതൊക്കെയാണ് അൽന? മോത്ത്. മോത്ത്സ് ആണോ? മോത്ത്സ് എന്താണ്? ഇൻസെക്റ്റ് ആണ്. അതിനെ ക്ലോത്ത്സിന് എന്ത് ചെയ്യുന്ന, നശിപ്പിക്കുന്ന ഇൻസെക്റ്റ് ആണ് മോത്ത്. എന്താണ് സൂര്യദേവേ ആൻസർ?
Dry neem leaf. Naphthalene balls and dry neem leaves അല്ലേ? നമ്മൾ പറഞ്ഞു വൂളൻ ക്ലോത്ത്സ് നമ്മൾ മടക്കി വെക്കുമ്പോൾ അതിന്റെ മടക്കുകളിലൊക്കെ എന്ത് വെക്കുമെന്ന് പറഞ്ഞു? നാഫ്തലൈൻ ബോൾസും ഉണങ്ങിയ നീം ലീവ്സും വെക്കും. അങ്ങനെയാണെങ്കിൽ ഇൻസെക്റ്റുകൾ ഡ്രസ്സിനെ അറ്റാക്ക് ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത്? മോത്സും സിൽവർ ഫിഷും ഒക്കെ എന്താണ്? ഇൻസെക്റ്റുകളാണ്, ഡ്രസ്സിനെ നശിപ്പിക്കുന്ന ഇൻസെക്റ്റുകൾ. അപ്പോ ഈ ഇൻസെക്റ്റുകളിൽ നിന്ന് നമ്മുടെ ഡ്രസ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, എബിൻ മോനെ കേൾക്കാത്തത് അവിടുത്തെ എന്തോ പ്രോബ്ലം ആയിരിക്കും കേട്ടോ മോനെ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ അത് ചെയ്തു. ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട്ബുക്കിലേക്ക് എഴുതിയിരുന്നോ? എഴുതി കംപ്ലീറ്റ് ചെയ്തോ? എല്ലാവരും എഴുതി കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു. ഫെഡ്രിൻ ഇവിടെ? ഫെഡ്രിൻ ചെയ്തോ? ഫെഡ്രിൻ ടീച്ചറെ കുറച്ചും കൂടി ഉണ്ട്. കുറച്ചുകൂടെ ഉണ്ട്. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ക്രിസ്റ്റി കംപ്ലീറ്റ് ചെയ്തോ? ക്രിസ്റ്റി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ദെൻ കുറച്ച് അധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, ഇന്നലെ രാത്രിയാണ് തന്നത് അല്ലേ? ചിലപ്പോൾ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ശ്രീദേവ് ഒക്കെ അപ്പൊ തന്നെ ചെയ്തു അല്ലെ? ശ്രീദേവ് ഗുഡ്. ശ്രീദേവ് ഒക്കെ അപ്പൊ തന്നെ എഴുതി സെൻഡ് ചെയ്ത് തന്നു മിസ്സിന്. ദെൻ സൂര്യദേവ് ചെയ്തോ മോനെ? ഓക്കെ, ദെൻ കുറെ പേര് ഫിനിഷ് ചെയ്തു അല്ലേ? അൽന ഫിനിഷ് ചെയ്തോ? യെസ്. സെറ നോട്ട്ബുക്ക് എഴുതി ഫിനിഷ് ആയോ മോളെ? സെറ Zara, can you hear me? Zara, കേൾക്കുന്നുണ്ടോ? നോട്ട്ബുക്ക് എഴുതി ഫിനിഷ് ആയോ? യെസ്. ദെൻ എന്താണ്? അബ്ദുൾ ബാസിദ് നോട്ട്ബുക്ക് എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, അലിനെയൊക്കെ ഫിനിഷ് ആക്കി. അബ്ദുൾ ബാസിദ് ഫിനിഷ് ആയോ നോട്ട്ബുക്ക്? ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി 2 ചോദ്യം കൂടി ഇല്ലോ. 2 ചോദ്യം കൂടി എഴുതാനുള്ളൂ. ഓക്കെ, അപ്പൊ ആ ബാക്കിയുള്ള എഴുതിയത് മുഴുവൻ എന്ത് ചെയ്യാ? ക്ലാസ് കഴിഞ്ഞ ഉടനെ ഫോട്ടോ എടുത്ത് മിസ്സിന് ഒന്ന് സെൻഡ് ചെയ്ത് തരിക. 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒഴികെ 2 എണ്ണല്ലേ എഴുതാനുള്ളൂ? ഓക്കെ, ബാക്കിയുള്ളത് മുഴുവൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ക്ലാസ് ഏകദേശം ഒരു 12:45 12:50 ഒക്കെ ആവുമ്പോൾ ക്ലാസ് കഴിയും. അതിനു മുമ്പ് ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയവര് എഴുതിയവര് മുഴുവൻ അത് സെൻഡ് ചെയ്ത് തരിക. അബ്ദുൾ ബാസിത്ത് സെൻഡ് ചെയ്യുക. ഫെഡ്രിന് കുറച്ചുകൂടെയല്ലേ ഉള്ളൂ. ഫെഡ്രിൻ എത്ര എണ്ണമുണ്ട്? അതറിയില്ല, അത് ഞാൻ നോക്കിയില്ല. നോക്കിയില്ല എന്ന് വെച്ചാൽ ഏകദേശം എവിടെ വരെ എഴുതിയെന്ന് അറിയാമല്ലോ. നോട്ട്ബുക്ക് എടുത്തൊന്ന് നോക്കി. ക്വസ്റ്റ്യൻ ആൻസർ എത്തി. നോട്ട്ബുക്ക് എടുത്തൊന്ന് നോക്കിയേ എത്ര ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനുണ്ടെന്ന്. 2ാം പാഠത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ഫെഡ്രിൻ. ആൻസർ ദി ഫോളോയിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ എഴുതിയുള്ളൂ. ചാപ്റ്റർ 2. ചാപ്റ്റർ 2 ആൻസർ ദിസ് ഫോളോയിങ്ങിൽ ഒന്ന് മാത്രമേ എഴുതിയുള്ളൂ. ഗിവ് റീസൺസ് മുഴുവൻ എഴുതിയോ? എഴുതിയോ ഫെഡ്രിൻ? യെസ്. അപ്പൊ എന്ത് ചെയ്യാ? ബാക്കിയുള്ളത് മുഴുവൻ ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ. ഇനി എത്ര മണിക്കാണ് നെക്സ്റ്റ് ക്ലാസ്? എത്ര മണിക്കാണ് നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ് ഉള്ളത്? ഇന്ന് എന്താണ് ഷെഫി? എത്ര മണിക്ക്? 1:45. 1:45 ദെൻ 1:45. 1:45. ഓക്കെ, അത് കഴിഞ്ഞാ പിന്നെ എത്ര മണിക്കാണ് ക്ലാസ് ഉള്ളത്? 4 മണിക്ക്. 4 മണിക്ക്. ഓക്കെ, 1:45 ക്ലാസ് 2:30 ആവുമ്പോ തീരും അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ ഫെഡ്രിൻ? 4 മണിയുടെ ക്ലാസ്സിന് മുമ്പ് എന്ത് ചെയ്യാ? 1.5 മണിക്കൂർ സമയമുണ്ട് അല്ലേ? ആ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ ഫെഡ്രിൻ. ഇരുന്നിട്ട് ആ നോട്ട് മുഴുവൻ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ആണ്
ഒന്ന് എഴുതി. ഇനി 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സിമ്പിൾ ആണ്. എന്താണ് അത്? 3ന്റെ ആൻസർ എത്ര ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് ആൻസർ ഏതാണ്? തേർഡ് വൺ ആണോ? ഓക്കെ, ബാക്കിയുള്ളത് മുഴുവൻ സെൻഡ് ചെയ്ത് തരിക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, 4 മണിയുടെ ക്ലാസ്സിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഫിനിഷ് ആയല്ലോ. സിനാൻ എവിടെ വരെ എത്തി? സിനാൻ എത്ര ക്വസ്റ്റ്യൻ ആൻസർ എഴുതി? 1 ക്വസ്റ്റ്യൻ മാത്രം. ഗിവ് റീസൺസ് എഴുതിയോ? ഗിവ് റീസൺസ് എഴുതിയോ സിനാൻ? എന്താണ്? എഴുതി. ഓക്കെ, എന്ത് ചെയ്യാ, നോട്ട് കംപ്ലീറ്റ് ആകാത്തവര് എന്ത് ചെയ്യാ, മാക്സിമം വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാ. ഫെഡറിനും അബ്ദുൾ ബാസിത്തും എന്ത് ചെയ്യാ, നോട്ട്ബുക്കിലേക്ക് ട്രൂ ഓർ ഫോൾസും ഗീവ് എക്സാമ്പിൾസും ഒന്നും എഴുതണ്ട. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഗീവ് റീസൺസും മാത്രം എഴുതിയാൽ മതി. ദെൻ അതിന് താഴെ എന്തുണ്ട്, നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്ക് ആയിട്ടുള്ളത് എന്താണ്? അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് നിങ്ങളുടെ വേർഡ്സിൽ, ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ അതിന് എന്ത് ആൻസർ ചെയ്യും എന്നുള്ളത് അല്ലേ. ഇത് ബിയോണ്ട് ദ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് വരാം, പുറത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ബിയോണ്ട് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് വൈ ഷുഡ് യു നോട്ട് വെയർ സിന്തറ്റിക് ക്ലോത്ത്സ് ഇൻ സമ്മർ? ചൂട് കാലത്ത് സിന്തറ്റിക് ക്ലോത്ത്സ് വെയർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. ദെൻ വൈ ആർ ഹാൻഡ് കർച്ചീഫ്സ് മോസ്റ്റ്ലി മെയ്ഡ് ഓഫ് കോട്ടൺ ക്ലോത്ത്സ്? എന്തുകൊണ്ടാണ് ഹാൻഡ് കർച്ചീഫ് എന്താണ്? നമ്മൾ ടവൽ എന്ന് പറയുന്ന നമ്മുടെ കർച്ചീഫ് അല്ലേ, അത് എന്തുകൊണ്ടാണ് മിക്കവാറും കോട്ടൺ തുണികൾ കൊണ്ട് നമ്മുടെ കർച്ചീഫ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഹോംവർക്കായി ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക, ഇന്ന് അല്ലെങ്കിൽ നാളെ. അതിലപ്പുറം പോകരുത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ? എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ അറ്റൻഡ് ചെയ്യും? ഈ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ ഓക്കെ. സെറ വീഡിയോ ഓഫ് ചെയ്ത് എന്തിനാ മോളെ സെറ? ഓഫ് ആയതാണോ? ദെൻ എന്ത് ചെയ്യാം, അപ്പോൾ നോട്ട് കംപ്ലീറ്റ് ആകാത്ത അവര്, അതായത് ഫെഡറിനും അബ്ദുൾ ബാസിത്തും 4 മണിക്ക് മുമ്പ് അവർക്ക് 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് നന്നായിട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരിക. എഴുതിയിട്ട് കറക്റ്റ്, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നന്നായിട്ട് നോട്ട് നല്ല നീറ്റായിട്ട് എഴുതുക. ദെൻ ഏകദേശം എല്ലാവരും ഫിനിഷ് ആയി അല്ലേ നോട്ട്? സിനാൻ ഓൾസോ. സിനാനും എന്താണ്, അതിൽ ഗീവ് റീസൺസ് എഴുതി, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 1-2 എഴുതി അല്ലേ. ദെൻ ബാക്കിയുള്ളത് 4 മണിക്ക് മുമ്പിൽ തന്നെ സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, കേൾക്കുന്നുണ്ടോ സിനാൻ ആൻഡ് ഫെഡറിൻ, അബ്ദുൾ ബാസിത്ത്? ദെൻ ബാക്കിയുള്ളവർ ആരെങ്കിലും ഇനി നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ക്രിസ്റ്റി സിൻഡോ ഉണ്ട്. എത്രയുണ്ട് മോനെ ക്രിസ്റ്റി? 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അല്ല,
2 ക്വസ്റ്റ്യൻസ് എഴുതിയുള്ളൂ. 2 ക്വസ്റ്റ്യൻസ് എഴുതിയുള്ളൂ. ഇനി 3 ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട് അല്ലേ? എന്താണ് മോനെ? ഇന്നാണ് കണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. ദെൻ ബാക്കിയുള്ളത് എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ ക്രിസ്റ്റി. നോട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞവർ മുഴുവൻ എന്ത് ചെയ്യുക? ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നോട്ട്ബുക്കിന്റെ എഴുതിയതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ക്ലാസ് കഴിഞ്ഞ ഉടനെ, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു നോട്ട്ബുക്കും കാണണ്ട. ക്ലാസ് 12:50 ആകുമ്പോൾ ക്ലാസ് കഴിയും. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ സെൻഡ് ചെയ്ത് തരിക. ഇനി കംപ്ലീറ്റ് ആയില്ല എന്ന് ഒരാളും പറയണ്ട. ഇത്ര തവണ ഞാൻ മാറി ചോദിച്ചു, നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആയില്ലേ എന്ന്. എല്ലാവരും കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു അല്ലേ? ദെൻ നോട്ട്ബുക്ക് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞ ഉടനെ നോട്ട് കംപ്ലീറ്റ് ആയില്ല എന്ന് ഒരാളും പറയണ്ട. ക്ലാസ്സിലുണ്ടായ മുഴുവൻ പേരെയും അറിയാം. അപ്പോൾ ഇപ്പൊ ക്ലാസ്സിലുള്ള എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് കട്ടായ ഉടനെ തന്നെ നോട്ട്ബുക്ക് സെൻഡ് ചെയ്ത് തരിക. മുഴുവൻ പേരും. നിങ്ങളോട് എല്ലാ തവണയും പറയുന്നുണ്ട്, നോട്ട്ബുക്ക് എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾ ഡിലേ ആകരുത്. അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഒരു ദിവസം നോട്ട്ബുക്ക് ചെക്ക് ചെയ്യും എന്ന് പറയാറില്ലേ? ഇപ്പൊ എല്ലാവരും പറഞ്ഞു നോട്ട്ബുക്ക് എന്താണ് കംപ്ലീറ്റ് ആയി. ആകാത്തവര് എന്താണ് പറഞ്ഞു കംപ്ലീറ്റ് ആയില്ല എന്നല്ലേ? അത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് പറ്റിയില്ല എന്ന് പറയാം. പക്ഷെ ചെയ്തു എന്ന് കള്ളം പറയരുത്. ഓക്കെ. കൃപ കംപ്ലീറ്റ് ആയോ? കൃപ നോട്ട്ബുക്ക് ഫിനിഷ് ആയല്ലോ? നോ. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്കറിയായിരുന്നു കംപ്ലീറ്റ് ആയില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഇപ്പൊ തന്നെ ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ പറഞ്ഞത്. കംപ്ലീറ്റ് ആയില്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് എന്താണ് നിങ്ങളിപ്പോ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാനത് വിശ്വസിച്ചു, കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് നിൽക്കും അല്ലേ? നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയായിരുന്നു. എന്താണ് ഷംബീൽ? 3 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. അപ്പൊ ഇത്ര സമയം ഞാൻ അതല്ലേ ചോദിച്ചത് ഷംബീലെ, കംപ്ലീറ്റ് ആയോ എന്ന് അല്ലേ? ആൻഡ്രോസിന് എന്താണ്? കംപ്ലീറ്റ് ആയിട്ടില്ല. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ബാക്കി? ഗീവ് റീസൺസിന്റെ 2 എണ്ണം എഴുതിയിട്ടുള്ളൂ. ഗീവ് റീസൺസ് 2 എണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് എന്താണ് മോളെ? ആൻഡ്രോസ്, ഞാൻ ഇന്നലെ രാത്രിയാണ് നോട്ട് തന്നത് നിങ്ങൾക്കല്ലേ? അത് മിസ്സിന് അറിയാം. രാത്രിയിലാണ് നോട്ട് നിങ്ങൾക്ക് തന്നത്. കുറച്ചധികം നോട്ട് ഉണ്ട് എന്താനും അല്ലേ? കുറച്ചധികം ഉണ്ട് അതിൽ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി. നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ എന്ത് പറയാം? കുറെ പേരിപ്പോ ഫെഡറിനും കുറെ പേര് പറഞ്ഞു ഞങ്ങൾ എഴുതിയിട്ടില്ല, 2 എണ്ണം എഴുതിയിട്ടുള്ളൂ, 3 എണ്ണം എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ രാത്രിയിൽ നോട്ട് തന്നു. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ചിലപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. രാവിലെ 7:45 നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല, അതറിയാം. പക്ഷെ എന്താണ്, ഞാൻ ചെയ്തു എന്ന് പറയരുത്. ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. പക്ഷെ ചെയ്യാത്ത കാര്യം എന്താണ്? ഞാൻ ചെയ്തു, നോട്ട് ചെയ്തു. അപ്പോൾ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുന്നവര് എന്താണ്? ഇപ്പൊ ഫെഡറിനൊക്കെ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ശരിയാണത്, ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പാടില്ല. കൃപയ്ക്ക് ഇനി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്? മിസ്, ഇന്നലെ തന്ന നോട്ട് ഉണ്ട്. ഇന്നലെ തന്ന നോട്ട് മുഴുവൻ ഉണ്ട്. യെസ്, അതാണ് ഞാനിപ്പോൾ ചോദിച്ചത്. എത്ര പേര് ഇന്നലെ തന്ന നോട്ട് എഴുതിയെന്ന്. ഞാൻ രാത്രിയാണ് തന്നത് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ പലരും നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടാവും. ആ സമയത്താണ് ഞാൻ തന്നത് ഏകദേശം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ടൈമില്ല എന്നുള്ളത് അറിയാം. ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ,
ദെൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയവർ മുഴുവൻ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ സെൻഡ് ചെയ്ത് തരിക. കംപ്ലീറ്റ് ആകാത്തവർ ഇപ്പൊ പറഞ്ഞതു കൃപ, ആൻഡ്രോസ്, ദെൻ ഫെഡ്രിൻ, ക്രിസ്റ്റി, സിനാൻ, അബ്ദുൽ ബാസിദ്. ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പൊ തന്നെ നോട്ട്ബുക്ക് സെൻഡ് ചെയ്ത് തരിക. ദെൻ നമ്മുടെ ടൈം കഴിഞ്ഞു, നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ദെൻ നോട്ട് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുള്ളത് അറിയാം. ഇനിയിപ്പോൾ 1:45 ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ 4 o'clock വീണ്ടും ക്ലാസ് ഉണ്ട്. ശരിയാണ്. ദെൻ ഫ്രീ കിട്ടുന്ന ടൈമിൽ ഇന്ന് രാത്രിയോ നാളെയോ ആയിട്ട് നോട്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ